എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളുള്ളത് ഇന്ന് മസ്റയിലാണ്. ഒരു ഈത്തപ്പഴത്തോട്ടം കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ഈത്തപ്പഴം നമ്മൾ ഒരുപാട് ഐറ്റം ഈത്തപ്പഴം തിന്നിട്ടുണ്ടെങ്കിലും നമുക്ക് എന്താ പറയുക, ഈത്തപ്പഴത്തോട്ടം കണ്ടിട്ടില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതിലായിട്ട് കണ്ടിട്ടില്ല. സോ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. സോ നമുക്ക് ഇവിടുത്തെ കൃഷിയിടങ്ങളും ഇവിടെ ഈത്തപ്പഴം മാത്രമല്ല, വേറെ എന്തൊക്കെയോ കൃഷികളുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ തോട്ടങ്ങളൊക്കെ കാണാം. അതേമാതിരി ഈത്തപ്പഴത്തിൻ്റെ സംഭവങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈ നാട്ടിലെ പ്രധാനമായിട്ടും നടക്കുന്ന കൃഷികളിൽ ഒന്നാണല്ലോ ഈത്തപ്പഴ കൃഷി. ഈത്തപ്പഴത്തിൻ്റെ ഒരുപാട് തോട്ടങ്ങൾ നമുക്ക് കാണാൻ കഴിയും. മലഞ്ചെരുവുകളിലും ഇതിങ്ങനത്തെ ഒരുപാട് ഒഴിഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ആയിട്ടാണ് ഇതിൻ്റെ കൃഷികളൊക്കെ നടക്കൽ. വെള്ള സൗകര്യം കുറവായതുകൊണ്ട് ഇവർ കുഴൽ കിണർന്ന് വെള്ളം അടിച്ചിട്ട് ഒരു കുഴിയിലേക്ക് ഒരു കുളം പോലെ കെട്ടിയുണ്ടാക്കിയതിന് ശേഷം അതിലേക്ക് വെള്ളം അടിച്ചിട്ട് ആ കുഴിയിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു കുളത്തിൽ നിന്ന് കൃഷിയിടങ്ങളിലേക്ക് വെള്ളം മറ്റൊരു മോട്ടോർ വെച്ചിട്ട് പമ്പ് ചെയ്യുന്ന കൃഷികളാണ് അവിടെ ഉള്ളത്. ഈത്തപ്പഴം അല്ലാതെ തന്നെ നമുക്ക് അവിടെ ഒരുപാട് കൃഷികൾ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. തക്കാളി അവർ ചെയ്യുന്നുണ്ട്, അതേമാതിരി ക്യാപ്സിക്കന്, പച്ചമുളക്, അങ്ങനെ പല സംഭവങ്ങളും അവർ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റി. ഇതാണ് ഈത്തപ്പഴ മരം. ഇത് ചെറിയ മരമാണ്. ഇത് ചെറിയ മരങ്ങളാണ് ഇവിടെ ഒരു വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. ധാരാളം ഈത്തപ്പഴങ്ങളാണ് നമുക്കതിൽ കാണാൻ കഴിഞ്ഞത്. അജുവ ഇനത്തിൽപ്പെട്ട ഈത്തപ്പഴങ്ങളാണ് ഇതിൽ മിക്കതും. നമ്മൾ കണ്ടതൊക്കെ അജുവ ഇനത്തിൽപ്പെട്ട ഈത്തപ്പഴങ്ങളാണ്. ഈത്തപ്പഴങ്ങൾ തന്നെ ഒരുപാട് സംഭവങ്ങളുണ്ട്, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. വ്യത്യസ്ത വലുപ്പത്തിൽ, വ്യത്യസ്ത നിറത്തിൽ, രുചിയിൽ, അങ്ങനെ പല രീതിയിലും വ്യത്യസ്തതയുള്ള പല ഡിമാൻഡുകളുള്ള ഒരുപാട് ഈത്തപ്പഴങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഒക്കെ അജുവയാണ്. ഒരു ഭാഗത്ത് അജുവ, പിന്നെ സഫാവി, സുഫിരി, മബ്റൂം, മഷ്റൂഖ്, പിന്നെ അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമുക്ക് അവിടെ കാണാൻ പറ്റിയിട്ടുണ്ട്. പാകമാകുന്നതിൻ്റെ മുമ്പ് തന്നെ നമുക്ക് അവിടുന്ന് ടേസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ. ഇതൊന്നും കറക്റ്റ് അതിൻ്റെ രീതിയിലെത്തിയിട്ടില്ല. അതിന് ഇനിയും ടൈം എടുക്കേണ്ട. ഏകദേശം ഇത് ആവുന്നുള്ളൂ, സമയമാകുന്നുള്ളൂ. सब ठीक है. ये क्या करेगा यार? हाँ, ये अजवा है ना. हाँ, वो उसमें उसके साथ आएगा. क्या हाल है अकबर भैया या शफीक? हाँ, वो दोनों है. क्या हाल है? അൽഹംദുലില്ലാ, സബ് ടീക്ക് ഹെ. ഇദ്ദേഹമാണ് ഈ തോട്ടത്തിൻ്റെ നടത്തിപ്പുകാരന്. ഇവിടെ ഒരുപാട് മരങ്ങളുണ്ട്, അതേപോലെ ഒരുപാട് ഐറ്റംസ് സാധനങ്ങളും ഇവിടെ ഉണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് ക്യാപ്സിക്കൻ കൃഷിയാണ് നമുക്ക് ഈ കാണാൻ കഴിയുന്നത്. ഒരുപാട് കൃഷികൾ ഇവർ പല രീതിയിലുള്ള
അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ അവർ ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു മൊട്ട സ്ഥലം കണ്ടോ, ഇത് മലയാണ് ഈ കാണുന്നത്. ഇങ്ങനെ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ അടിയിൽ ഇങ്ങനെയൊക്കെ കൃഷിയൊക്കെ ചെയ്യാന്നൊക്കെ പറയുമ്പോൾ ഇറ്റ്സ് സോ എന്താ പറയുക, ഭയങ്കര സംഭവമായിട്ട് തന്നെ തോന്നുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ മസറ അതേമാതിരി പച്ചക്കറി കൃഷി കുളം ഒക്കെ കണ്ടു. വീണ്ടും അപ്പോൾ ഇനി ഇന്ന് ഇവിടെ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാമെന്ന പ്രത്യാശയോടുകൂടി ഇന്നിവിടെ പറഞ്ഞു വരുന്നത് മറ്റാരുമല്ല, നിങ്ങളുടെ സ്വന്തം ഋഷു എത്കാട്.